സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല സിന്ധുവിന് ഒരു പ്രത്യേകത, ഞങ്ങളെ ചേർത്ത് പിടിച്ച ഇടതുപക്ഷ സർക്കാരിനെയും സർക്കാരിനും സുമനസുകൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മിഠായി കാർഡടക്കം ആ കുടുംബം ഇറക്കിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ സഹിതമുള്ള കാർഡുകളുമായി ഇവിടേക്ക് വരുന്ന ആളുകളെ അവർ സ്വീകരിക്കുകയാണ്. ഈ പാലുകാച്ച ചടങ്ങിൽ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് എവിടെയും ഒരാളുടെ ഒരു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങെന്ന് മാത്രം നമുക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം, ഹൃദയപക്ഷം എന്നൊക്കെ പല ആളുകളും നല്ല മനുഷ്യർ വിളിക്കുന്ന ആ ഇടതുപക്ഷം സാക്ഷാത്കരിച്ചു കൊടുത്തിട്ടുള്ള ഒരു സാമ്രാജ്യത്തിലേക്കുള്ള ആദ്യത്തെ കാൽ എടുത്തുവയ്പ്പാണ്, അല്ലെങ്കിൽ ചുവടുവയ്പ്പാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അവരുടെ കുടുംബവും എല്ലാം തകർന്നു പോയി, ഉറ്റവരും ഉടയവരും അവരുടെ സ്വത്തുക്കളെല്ലാം തകർന്നു പോയൊരിടത്ത് അവരെ ചേർത്ത് പിടിച്ച ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കന്മാരോടും നന്ദി അറിയിച്ചുകൊണ്ടാണ് വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അവരുടെ കുടുംബവും ഒക്കെ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവരടങ്ങുന്ന ഒരു പാർട്ടി, അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തൊരു പാർട്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ പറയുമ്പോൾ പല ആളുകളും പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, നമ്മളെപ്പോലെയുള്ള ജനങ്ങളുടെ പണം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ്. ഇതൊക്കെ ചെയ്തു കൊടുത്തത് നമ്മളുടെ എല്ലാം പണം കൊണ്ടാണെങ്കിലും ചെയ്തു കൊടുത്തല്ലോ എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിന് മുൻപുണ്ടായിരുന്ന ഭരണത്തിലിരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്തതെന്നും അവരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നതിൻ്റെ അവരുടെ ലിമിറ്റേഷൻസും എല്ലാം നമുക്കറിയാം. നവീകരിച്ച റോഡുകളും നവീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളും ആരോഗ്യ മേഖലയും എല്ലാം ഇന്നത്തെ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു വരവോടുകൂടി ഉണ്ടായതാണ്. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. സാധിക്കുന്ന കുറച്ച് മാധ്യമ പാപ്പരാസികളുണ്ട്. പക്ഷേ അവരെ പോലെയുള്ളവർക്കെതിരെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് നിങ്ങളുടെ ചിന്താഗതികൾ കൊണ്ടാണ്. പല ആളുകളും പറയുന്നുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. അതായത് ഇവൻ്റെ അടുത്ത് പറയണം, ഇങ്ങനെ കോൺഗ്രസിനെ പറ്റി ഇങ്ങനെ പറയരുത്, അല്ലെങ്കിൽ ഈ പറയുന്ന BJP പറ്റി ഇങ്ങനെ പറയരുത് എന്നൊക്കെ പല ആളുകളും പലയിടങ്ങളിലും പറയുന്നുണ്ട്, നാട്ടിലടക്കം പറയുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ കോൺഗ്രസിനെതിരെ അല്ല പറയുന്നത്, അല്ലെങ്കിൽ BJPക്കെതിരെ അല്ല പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമല്ല പറയുന്നത്. നമ്മൾ പല വീഡിയോസ് ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കി അറിയാൻ പറ്റും. നമ്മൾ പറയുന്നത് നല്ലത് ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, എന്തും എവിടെയും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാടായതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും നമ്മളൊന്നും നിർത്താൻ പോകുന്നില്ല. ആര് നല്ലത് ചെയ്യുന്നോ നമ്മൾ അവരോടൊപ്പം, അല്ലെങ്കിൽ അവരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കും. ഇനി കോൺഗ്രസ് നല്ലത് ചെയ്താൽ നമ്മൾ കോൺഗ്രസിനെ പറ്റി നല്ലത് പറയും. കോൺഗ്രസ് മോശമാണെന്ന് പറയുന്നില്ല, നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും. അപ്പോൾ ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തി കൊടുത്ത വലതുപക്ഷമല്ല, ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ അവരെ നമ്മൾ പ്രശംസിച്ച് അല്ലെങ്കിൽ ആശംസിച്ചേ മതിയാവുള്ളൂ. കാരണം ഇത്രയും വലിയൊരു സാമ്രാജ്യം ഇത്രയും മോശപ്പെട്ടൊരു സാഹചര്യത്തിൽ നിന്ന് വന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇതിനെയാണ് പല ആളുകളും വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടിരുന്നത്. ഇത്രയും നാളായിട്ട് ജനങ്ങളിൽ നിന്ന് പിടിച്ച 7,000 കോടി എവിടെ, 8,000 കോടി എവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ മെഴുകിക്കൊണ്ടിരുന്നത്. അതിനുള്ള ഉത്തരവുമായിട്ടൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന ടൗൺഷിപ്പിലേക്ക് ആദ്യത്തെ ഒരു കാൽ വയ്പുമായിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ചുവടുമായിട്ട് വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ കുടുംബം വന്നിരിക്കുന്നത്. അവർ വന്ന സമയത്ത് തന്നെ നന്ദി അറിയിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ വന്ന സമയത്ത് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി ഒരു കാർഡ് അടിച്ചിട്ട് അതിൽ മിഠായി വിതരണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആളുകളെ പിണറായി വിജയൻ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ട് ആശംസ അറിയിക്കുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്. ഞാൻ അതുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. വലിയ സന്തോഷം. മുഖ്യമന്ത്രി നേരിൽ എന്നെ വിളിക്കുന്നതാണ്. അത് മുഖ്യമന്ത്രി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് സഖാവേ, ഭയങ്കര സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി നിന്റെ സൂത്രധാരൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന്റെ നടുവില് നമ്മൾ ഇത്രയും തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇതിനൊരു വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സർക്കാരും മുൻകാല സർക്കാരും ഞങ്ങളെ സഹായിച്ച ജനങ്ങളും ഞങ്ങളെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടെ ഞങ്ങൾക്ക് ചെയ്തു തരുന്നു.
അതുപോലെ ഉറപ്പുള്ള വീട്, മനോഹരമായ സ്ഥലം, നല്ല വിലപിടിപ്പുള്ള സ്ഥലങ്ങൾ, അതുപോലെ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം, ഇത്രയും നല്ല സ്ഥലത്ത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വീട് ഇന്ന് ഞങ്ങൾ താമസമാക്കാൻ അവസരം ഉണ്ടാക്കി തന്ന മുൻ കേരള ഗവൺമെന്റിനും അതിന്റെ നായകനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള രാജനും എല്ലാ ആളുകൾക്കും എന്താ പറയുക വളരെയധികം നന്ദിയുണ്ട്. കണ്ടില്ലേ, പല പേരുകൾ വിളിച്ച് അല്ലെങ്കിൽ പല പേരുകൾ കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അല്ലെ അവരോടൊപ്പം അവരോട് ചായ്വുള്ള പല ആളുകൾ സംസാരിച്ചിരുന്നത്. വയനാട്ടിൽ നിന്നൊരു കൂലിപ്പണി രാജൻ, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പേരുകളാണല്ലേ കൊടുത്തിരുന്നത്. ഈ പല ആളുകളും ഇന്ന് ഈ സമയം വരെയും കമ്മ്യൂണിസ്റ്റിനെതിരെ അല്ലെ കമ്മ്യൂണിസത്തിനെതിരെ അല്ലെ പിണറായിസത്തിനെതിരെ വലിയ രീതിയിൽ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. അവരൊക്കെയും പറയുന്നത് നിങ്ങളെടുത്ത ഫണ്ട് എവിടെയെന്നാണ് ചോദിക്കുന്നത്. നമുക്കും ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. വയനാടിന്റെ പേരും പറഞ്ഞുകൊണ്ട് 5 കോടി പിരിച്ച ഫണ്ട് എവിടെ കോൺഗ്രസ് നമുക്കും ചോദിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു നന്ദികെട്ട ജനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇടുകയുണ്ടായി. നന്ദികെട്ട ജനങ്ങളെന്ന് ഞാൻ പറഞ്ഞ് ഒരു ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ്. അതായത് ഇന്ന് ഈ പറയുന്നതും വയനാട്ടിലെ ഒരു ജനം തന്നെയാണ്, അല്ലെ വയനാട്ടിലെ ഒരാൾ തന്നെയാണ്. പല ആളുകളും എനിക്ക് മെസ്സേജ് ഇടുകയുണ്ടായി. വയനാട്ടിൽ താമസിക്കുന്ന ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് ഇടുകയുണ്ടായി. മോൻ പറഞ്ഞത് ശരി തന്നെയാണ്, അല്ലെ ബ്രോ പറഞ്ഞത് ശരി തന്നെയാണ്, എൻ്റെ നാട്ടിലുള്ള ആളുകൾ തന്നെ നെറുകേട് കാണിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. എനിക്കൊരു സുഹൃത്ത് മെസ്സേജ് ഇടുകയുണ്ടായി. വയനാട്ടിലെ ജനങ്ങളെ പറ്റി പറഞ്ഞതും അല്ലെ കേരളത്തിലെ ജനങ്ങളെ പറ്റി പറഞ്ഞ നാറിയ ജനങ്ങളല്ലേ വൃത്തികെട്ട ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടായെന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഏറെ വൈകാരികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അറിയാതെ പറ്റിപ്പോയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ജനങ്ങളെ ആരെയും ഒന്നും മോശം പറയുന്നില്ല. പക്ഷേ നന്ദികേട് കാണിച്ച ആളുകളെ മാത്രമാണ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അതായത് എല്ലാം ചെയ്ത് കൊടുത്തിട്ടും എന്തിനീ ചതി ചെയ്തു എന്നുള്ളൊരു ചോദ്യവുമായിട്ടാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നന്ദി കെട്ടവരെന്ന് പറയുന്നത്? ഞാൻ അടക്കമുള്ള ആളുകളെയാണ് പറയുന്നത്. ഞാൻ അല്ലാതെ കുറച്ച് ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നതല്ല. ഞാൻ അടക്കമുള്ള ആളുകൾ നന്ദി കെട്ടവരാണ് എന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യനെന്ന് പറയുന്നൊരു സാധനമേ നന്ദിയില്ലാത്ത വർഗ്ഗമാണ് അല്ലേ. നാൽക്കാലികൾക്കുള്ള അറിവും വിവേകവും പോലും ഇരുകാലികൾക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് ഈ വീട്ടിലേക്ക് താമസത്തിന് വന്നിരിക്കുന്ന ആ ഒരു കുടുംബം മുൻ മുഖ്യമന്ത്രിയായിരുന്ന അല്ലെ മുൻ സർക്കാരിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിൽ കെ രാജൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയെ പോലെ അവർ വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരെയും പറ്റി അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിലെ വീഡിയോസിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. എന്ത് നന്ദിയാണ് നിങ്ങൾക്കുള്ളത്, നന്ദി കെട്ട വർഗ്ഗമല്ലേ നിങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. കാര്യം ശരി തന്നെയാണ്, നന്ദികേട് അവർ കാണിച്ചിട്ടുണ്ട്. അവർക്ക് എന്തോ വലുത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്താണ്, അല്ലെങ്കിൽ ഭരണമാറ്റം വേണമെന്ന് വിചാരിച്ച് ചെയ്താണ്. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ, കേരളത്തിലെ മറ്റ് ഏരിയയിലുള്ള ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, ഓക്കെ അങ്ങനെയാണ്, ഭരണമാറ്റം വേണം, അല്ലെങ്കിൽ പുതിയൊരാൾ വരണം, പുതിയ ആളിനോട് ആഗ്രഹമുള്ള ആളുകളാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എന്തുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെന്നാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. ഇത് നന്ദികേട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ നന്ദികേടിനെ തന്നെയാണ് നമ്മൾ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ അതിന് പങ്കാളിയാവാനായിട്ട് നേരിട്ടല്ലെങ്കിലും ഫോണിൽ കൂടിയാണെങ്കിലും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകളുടെയും സന്തോഷം നിങ്ങൾ കണ്ടില്ലേ. അവർക്ക് കൊടുത്തിരിക്കുന്ന വീടെന്ന് പറയുന്നത് ചെറിയ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയിൽ കൂടി കിട്ടുന്ന വീടുകൾ പോലെയുള്ള വീടുകളൊന്നുമല്ല. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ എല്ലാ തരത്തിലുമുള്ള ചെക്കപ്പ് എല്ലാ രീതിയിലും കഴിഞ്ഞിട്ടുള്ള, ഇനിയൊരു പ്രളയം വന്നു കഴിഞ്ഞാൽ, ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രകമ്പനം വന്നു കഴിഞ്ഞാൽ ഒന്നും ആ വീടിനെ ഏൽക്കാത്ത രീതിയിൽ എല്ലാ ചെക്കപ്പും കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഈ വീട് സമ്മാനമായിട്ടല്ല ഇവർക്ക് ഈ വീട് നൽകുന്നത്. ആ വീട് നൽകിയിരിക്കുന്ന പിണറായി വിജയൻ്റെ കഴിവുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ 90% എഫേർട്ടും കഴിവും അതിലുണ്ട്. എഫേർട്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ചൊരു തീരുമാനം, അല്ലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ എടുത്തു പറയാം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് വ്യത്യസ്തനായി നിൽക്കുന്നു, അല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് ആളുകൾ വ്യത്യസ്തമായി കാണുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളായിരുന്നു. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് മുൻപ് കുറച്ച് ചോദ്യങ്ങളുമായിട്ട്, അല്ലെ കുറച്ച് കാര്യങ്ങളുമായിട്ട് പിണറായിക്കാരൻ എന്ന് പറയുന്നൊരു പേജിൽ നിന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേരളം പാപ്പരല്ല ആന്റണി സാറേ. LDF സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൻ്റെ ട്രഷറിയിൽ 6000 കോടി രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട്. 2021 പൊതുകടം 39%. 2026 എത്തുമ്പോൾ പൊതുകടം 34% താഴെ എത്തിക്കാൻ LDF സർക്കാരിന് സാധിച്ചു. കടത്തിന്റെ കണക്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ പോലും കേരളമില്ല എന്നതാണ് വസ്തുത. 2021 47,000 കോടിയായിരുന്നു സംസ്ഥാനത്തിന്റെ തനതു വരുമാനം. കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം
6.19% വർദ്ധിച്ചു. 6000 കോടി രൂപ ട്രഷറി ബാലൻസ് ഉള്ള 2 ലക്ഷം കോടിയിലധികം സാമ്പത്തിക വർഷത്തിൽ ചെലവഴിക്കാൻ പാകമുള്ള കേരളം എങ്ങനെയാണ് പാപ്പരാകുന്നത് ആന്റണി സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യവുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം എ കെ ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷം പോയ സമയത്ത് അവർ നമ്മുടെ ഈ പറയുന്ന പൊതുഖജനാവെല്ലാം കാലിയാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാനായിട്ട് മതിയായിട്ടുള്ള ഫണ്ട് അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളൊരു മുട്ടാപ്പോക്ക് ന്യായമായിട്ട് അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എന്നോണമാണ് എ കെ ആന്റണി വന്നത്. ഇതിനെതിരെ എല്ലാ ആളുകളും രംഗത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ആളുകൾ വരെ ഈ കാര്യത്തിൽ പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വ്യത്യസ്തനാവുന്നത്? നമുക്കറിയാം പിണറായി വിജയൻ്റെ അടുത്ത് ഈ പറയുന്ന വയനാട് ടൗൺഷിപ്പിൻ്റെ വീട് നിർമ്മാണ സമയത്ത് നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഒരു കാര്യം പറയുകയുണ്ടായി. ഇവർക്ക് വീട് വെക്കാനായിട്ടുള്ള ധനസഹായമായിട്ട് ഞങ്ങൾ വരാം, അല്ല അവർക്ക് വീട് വെച്ചെല്ലാം നൽകിയതിന് ശേഷം അവർക്കൊരു ധനസഹായം എന്നോണം ഞങ്ങൾ കുറച്ച് ഫണ്ട് തരാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, കോളിംഗ് ബെല്ലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ മുൻവശത്ത് ഈ നരേന്ദ്രമോദിയുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എംബ്ലം വെക്കണം. ഈ ഒരു കാര്യത്തിന് പിണറായി വിജയൻ സഖാവ് കൊടുത്തൊരു മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗൂഗിൾ ഉണ്ടല്ലോ, ആ ഗൂഗിളില് എന്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഏത് മനുഷ്യനായാലും പാർട്ടി ഏതുമാകട്ടെ, ആ മനുഷ്യര് ലോകത്ത് 5 ലക്ഷം വീട് ആ നാട്ടിലെ ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടോന്നൊന്ന് തപ്പി നോക്കി. ഇന്ത്യ രാജ്യത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് 5 ലക്ഷം വീടുണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കേ. ഇല്ലല്ലോ. ആ വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് നമ്മളെ നരേന്ദ്രമോദിന്റെ ഒരു കത്ത് സഖാവ് പിണറായി വിജയന് വന്നത്. ആ കത്തിന്റെ ആദ്യത്തെ 3 വരി ഇങ്ങനെ വായിക്കുമ്പോ ആദ്യത്തെ പാരഗ്രാഫ് എന്റെ ഉമ്മ കണ്ട അൽഹംദുലില്ലാ എന്ന് പറയും. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്, ആ വീടുകൾ 5 ലക്ഷം ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിൽ 25,000 വരുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് നിങ്ങൾ 4 ലക്ഷം കൊടുക്കുമ്പോ 72,000 റുപ്യ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തരാം. തെറ്റുണ്ടാ? രണ്ടാമത്തെ പാരഗ്രാഫില് അങ്ങനെ നിങ്ങള് ആ വീടുണ്ടാക്കിയിട്ട് അതിന്റെ കുടിയിരിക്കൽ നിങ്ങൾ എന്താ പറയാ, ഹൗസ് വാമിങ്, അത് നടത്തുമ്പോ കോളിംഗ് ബെല്ലിന്റെ മുകളിലായി നിന്റെ മോന്ത സോഫിയാനല്ല നരേന്ദ്രമോദിയുടെ മോന്ത സീല് ചെയ്തു വെക്കണം എന്നതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ വന്നത്. അപ്പൊ തിരിച്ച് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞു, മലയാളികൾ അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. ഒരു ഉദ്ഘാടനം ചെയ്ത വീടിന് ഞങ്ങൾ ചുവപ്പ് പെയിന്റ് അടിച്ചിട്ടില്ല, EMSന്റെയും AKGയുടെയും പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല. അഭിമാനത്തോടെ മലയാളികൾ ആ വീടിനകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട അങ്ങയുടെ 72,000 രൂപ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളത്തിനകത്ത് ഭരിക്കാം. കണ്ടില്ലേ? ഇത് വയനാട്ടിലെ വീടുകളെ പറ്റി മാത്രമല്ല പറയുന്നത്. 5 ലക്ഷം വീടുകൾ വെച്ച് കൊടുത്ത ഒരു സർക്കാരിനെ പറ്റി, അല്ല 5 ലക്ഷം വീടുകൾ വെച്ച് കൊടുത്ത അത് യാഥാർത്ഥ്യമാക്കിയ ഒരു മനുഷ്യനെ പറ്റിയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൽ പിണറായി വിജയൻ സഖാവിൻ്റെ അടുത്ത് മുന്നോട്ട് വെച്ചൊരു ആവശ്യം, നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചൊരു ആവശ്യം, നിങ്ങൾ ആ വീട് വെച്ച് നൽകിക്കോളൂ, പക്ഷേ അതിൻ്റെ മുൻവശത്ത് എൻ്റെ ഫോട്ടോയും കൂടി വെക്കണം. അപ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്ത് പിണറായി വിജയൻ അങ്ങോട്ട് എഴുതിയൊരു കത്തിൽ പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു വീടിൻ്റെ മുൻപിൽ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതേ തീരുമാനം തന്നെയാണ്, ഇതേ നിലപാട് തന്നെയാണ് വയനാട്ടിലെ വീടുകളുടെ കാര്യത്തിലും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെടുത്തത്. അതായത് ആ വീടുകളുടെ ഒന്നിൻ്റെയും മുൻപിൽ ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള രേഖകളോ സർക്കാർ പണിത് കൊടുത്തതിൻ്റെ ഒരു ഫലകമോ ഒന്നും വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് അവർക്ക് അവകാശപ്പെട്ട, അവർക്ക് വേണ്ടി ജനങ്ങൾ നൽകിയ ഫണ്ട് കൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച വീടാണ്. അതുകൊണ്ട് തന്നെയും അവിടെ ഒന്നിൻ്റെയും ഞങ്ങളുടേതെന്ന് പറയുന്ന ഒരു കാര്യങ്ങളുടെ ആവശ്യമില്ല. ജനങ്ങളുടെ മനസ്സിൽ മതി ഞങ്ങളെപ്പോലെയുള്ള, അല്ല ഞങ്ങളെ പറ്റിയുള്ള വിശ്വാസം അല്ലെങ്കിൽ വിചാരമെന്നാണ് ആ സമയത്ത് നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ പറഞ്ഞത്. ഇത്രയും നല്ലൊരു മനുഷ്യനെ പറ്റിയാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പലരും മെഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മെഴുകുന്നവരെന്തായാലും മെഴുകിക്കൊണ്ടിരിക്കട്ടെ. സത്യം എന്തായിരുന്നു, ആരായിരുന്നു ശരിയെന്നുള്ളത് എല്ലാ ആളുകൾക്കും മനസ്സിലാകാനായിട്ട് അധികം സമയമില്ല. എന്തായാലും ഉടനെ തന്നെ മനസ്സിലാവുമെന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് അതിലേക്ക് താമസക്കാരെത്തിക്കൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്തയെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.